നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2 പ്രോഗ്രാമുകൾ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ 2 പ്രോഗ്രാം, അതായത് പ്രോഗ്രാം ഇതാണ്. ഒരു നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അത് കഴിഞ്ഞ് സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. ഈ 2 പ്രോഗ്രാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഈസ് പാലിൻഡ്രോം. നമ്മളൊരു നമ്പർ ഒരു പ്രോഗ്രാമിലേക്ക് കൊടുക്കുകയാണ്. ആ നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് പ്രോഗ്രാം ചെക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പാലിൻഡ്രോം ആണെങ്കിൽ പാലിൻഡ്രോം ആണെന്ന് പറയണം, പാലിൻഡ്രോം അല്ലെങ്കിൽ പാലിൻഡ്രോം അല്ല എന്ന് പറയണം. ആ രീതിയിൽ പ്രോഗ്രാം വർക്ക് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് പാലിൻഡ്രോം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പാലിൻഡ്രോം വളരെ സിമ്പിളാണ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വാക്ക്, നമ്പർ ആയിക്കോട്ടെ വാക്കായിക്കോട്ടെ, ആ നമ്പർ അല്ലെങ്കിൽ വാക്ക് നമ്മൾ തിരിച്ചെഴുതിയാലും അതേ വാക്ക് തന്നെയാണ്, അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 121 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ തിരിച്ചെഴുതുകയാണെങ്കിൽ, തിരിച്ചെഴുതാന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ കിട്ടുന്ന നമ്പർ 121 തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം 121 ഒരു പാലിൻഡ്രോം ആണ്. 246 നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 642 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 246 ഒരു പാലിൻഡ്രോം അല്ല. ഇനി നമ്പറിൻ്റെ കേസിൽ മാത്രമല്ല, വാക്കുകളുടെ കേസിൽ, ഫോർ എക്സാമ്പിൾ മലയാളം, MALAYALAM മലയാളം. ഇത് നമ്മൾ തിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് കിട്ടുന്നത്? MALAYALAM മലയാളം. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ മലയാളം എന്ന് പറയുന്ന വാക്ക് ഒരു പാലിൻഡ്രോം ആണ് എന്ന് പറയാം. എന്നാൽ മറ്റൊരു വാക്ക്, ഫോർ എക്സാമ്പിൾ വെൽക്കം. വെൽക്കം എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താണ്? EMOCLEW അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? വെൽക്കം എന്ന് പറയുന്ന വാക്ക് ഒരു പാലിൻഡ്രോം അല്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പറിനെ പാലിൻഡ്രോം ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ നമ്മൾ പാലിൻഡ്രോം ആണോ അല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്പറിനെ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. പൈത്തൺ വളരെ എളുപ്പത്തിൽ പൈത്തണിനെ നമുക്ക് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്കൊരു ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം കുറച്ച് ലോജിക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി, ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലൂപ്പും ഓപ്പറേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ പൈത്തണിനകത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്ക് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഇപ്പം ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ റിവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പം 121 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. പ്രോഗ്രാമിലേക്ക് 121 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്, 121 ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ഓരോ നമ്പറിനെയും അടർത്തിയെടുക്കുക. ഇതൊരു സിംഗിൾ നമ്പറാണ് അല്ലേ? സിംഗിൾ നമ്പറാണ് 121 എന്ന് പറയുന്ന ഒരു സിംഗിൾ നമ്പറാണ്. ഈ നമ്പറിൽ നിന്നും നമ്മൾ ആദ്യം ഈ 1നെ ഡിവൈഡ് ചെയ്തെടുക്കണം അല്ലേ? 1നെ ഡിവൈഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2നെ ഡിവൈഡ് ചെയ്തെടുത്ത് മാറ്റിയിട്ട് അടുത്ത് എന്താണ്? വീണ്ടും അടുത്ത ഡിജിറ്റിനെ ഡിവൈഡ് ചെയ്തെടുത്ത് മാറ്റി അപ്പുറത്തേക്ക് വെക്കണം. ഇങ്ങനെ ഓരോ ഡിജിറ്റിനെയും ലാസ്റ്റിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് അടുത്തൊരു പുതിയൊരു നമ്പർ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ രീതിയിലാണെങ്കിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന നമ്പറിനെ നമ്മൾ നം എന്ന് വിളിക്കുന്നു. നം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ 121 നമ്മെങ്കിൽ ഈ നമ്മിനെ നമ്മൾ മൊഡ്യൂളോ ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അതാണ് ലോജിക്ക്. ഫോർ എക്സാമ്പിൾ 121 നിന്നും എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ വേർതിരിക്കുന്നത്? 121നെ നമ്മൾ 10 കൊണ്ട് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 120 1 എന്ന് പറയുന്ന റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക്. ഏതൊരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയേ, ഏതൊരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും റിമൈൻഡർ ആയിട്ട്. അപ്പോൾ 242ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. നിങ്ങൾക്ക് സംശയം കാണും അല്ലേ? 1000ത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 1000ത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിൻ്റെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ഡിജിറ്റ് ആണല്ലോ റിമൈൻഡർ ആയിട്ട് കിട്ടിയത്.
അത് മാത്രമല്ല ലോജിക്ക്, ലാസ്റ്റ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആകുന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, ആ ഡിജിറ്റിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള ഡിജിറ്റാണ് കോഷ്യൻ്റ് ആയിട്ട് പോകുന്നത് അല്ലേ. കണ്ടേ ഇവിടെ നോക്കി 242നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആവുകയും 24 കോഷ്യൻ്റ് ആയി പോവുകയും ചെയ്തു. ഇവിടെ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആയി പോവുകയും ബാക്കിയുള്ള അതിന് മുമ്പ് വരെയുള്ള ഡിജിറ്റ് എന്തായിട്ട് മാറി, കോഷ്യൻ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കുറച്ച് ലോജിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഈ സംഖ്യകളെ മുറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്കറിയാം ഈ ഹാഷ് എന്ന് പറയുന്ന ലൈൻ വരുന്ന, അല്ലെ ഹാഷ് എന്ന് പറയുന്ന സിമ്പലിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ലൈനുകൾ കമൻറ്റുകളാണ് പൈത്തണിനകത്ത്. അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല, പ്രോഗ്രാമിൻ്റെ കോഡുകളല്ല, നമുക്ക് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും എഴുതിയിരിക്കുന്ന കമൻറ്റുകളാണ്. അത് നോക്കണ്ട. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ലൈനിലായിട്ടുള്ള ഈ വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. അവിടുത്തെ ഈ ലൈൻ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിനകത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എൻ്റർ എ നമ്പർ. ഒരു നമ്പർ വേണമല്ലോ, നമുക്ക് പാലൻഡ്രോം ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു നമ്പർ വേണം. ആ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. ആ നമ്പറിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മിൽ വെക്കുന്നു. കാര്യം പൈത്തൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ, നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന 121 ആണെങ്കിലും ആ 121നെ സ്ട്രിങ് ആയിട്ടാണ് കാണുന്നത്. ബൈ ഡീഫോൾട്ട് സ്ട്രിങ് ആയിരിക്കും. നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഈ 121 എന്ന് പറഞ്ഞൊരു നമ്പറായിട്ടല്ല കാണുന്നത്, ഇതിനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ എന്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ, നമ്മിലേക്ക് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മിലേക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിൻ്റെ ഇൻറ്റിജർ ഫോമിലുള്ള ആ നമ്പറിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്ത ആ നമ്പറിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. കാര്യം ഈ നമ്പറിനെയാണ്, ഈ എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറുതായി പോകുന്നത്. അപ്പോഴും നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് എന്ത് വേണം, നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടി അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വേറൊരു വേരിയബിളിലേക്ക് വെക്കുന്നു. എന്തിനാണെന്ന് നോക്കാം. ഇനി നമുക്ക് റിവേഴ്സ് എടുക്കണം, അല്ലെ ഈ നമ്പറിനെ റിവേഴ്സ്, അല്ലെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെ ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 121 കിട്ടുന്നു. എന്നിട്ട് വേണം ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ. ഇപ്പോൾ ഏതൊരു സംഖ്യ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ 245 എന്ന് പറയുന്ന സംഖ്യ ആണെങ്കിൽ റിവേഴ്സ് ചെയ്തതിന് ശേഷം വേണം ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ, അല്ലെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്പറേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 0. നമ്മൾ റിവേഴ്സിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വേരിയബിൾ, നമ്മൾ റിവേഴ്സ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറാണ് ഇത് എന്ന് പറയുന്നത്, അല്ലേ. ആ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്യാൻ പോയാൽ മതി. ആ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഓരോ നമ്പറിനെയും മുറിച്ചെടുക്കണം. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതാണ്ട് നം മൊഡ്യൂളോ ഡിവൈഡ് ബൈ 10. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 121 ആണെങ്കിൽ ആ 121നെ ഞാൻ 10 കൊണ്ട് ഹരിക്കുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്താണ്, 1 ആണ് റിമൈൻഡർ, അല്ലേ. 120 12 റിമൈൻഡർ 1 ആണ്. ഈ 1നെ ഞാൻ എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ഡിജിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഡിജിറ്റ്, അപ്പോൾ ഈ 1 ആണ് ഡിജിറ്റ്, അല്ലേ. ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, 1 ആണ്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം മുറിച്ച് കിട്ടി, അല്ലേ. ഇനി ആ ഡിജിറ്റ് എന്ന് പറയുന്ന ആ നമ്പറിനെ നമ്മൾ എന്തിലേക്ക്, ഈ റിവേഴ്സ് നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിവേഴ്സ് നമ്പറിലേക്ക് നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ റിവേഴ്സ് നമ്പർ ഈസ് ഈക്വൽ ടു, ഇപ്പം റിവേഴ്സ്ഡ് നം ഈസ് ഈക്വൽ ടു ഡിജിറ്റ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, റിവേഴ്സ് നമ്പറായിട്ടുള്ള 0 മാറിയിട്ട് എന്തായിട്ട് മാറും, 1 ആവും. പക്ഷേ ഇതേ ഓപ്പറേഷൻ പിന്നെ അടുത്ത 2നെ എടുത്തിട്ട് അടുത്ത ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ കിട്ടുമല്ലോ, അതിനെ നമ്മൾ ഇതേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ 1 പോയിട്ട് 2 ആവും, അല്ലേ. പിന്നെ നമുക്ക് കിട്ടുന്ന 1നെ നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ 2 പോയിട്ട്, അപ്പോൾ ഇത് നിലവിലുള്ള വാല്യൂ പോകാതെ വേണം എന്ത് ചെയ്യാൻ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് നമ്പറിനെ 10 കൊണ്ട് ഗുണിക്കണം. റിവേഴ്സ് നമ്പറിനെ 10 കൊണ്ട് ഗുണിക്കുമ്പം അതിനോടൊപ്പം ഒരു 0 വരും, അല്ലേ. അപ്പോൾ ആ 0 വന്നതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ബിഗിനിങ്ങിൽ ഈ റിവേഴ്സ് നമ്പർ എന്ന് വെച്ചാൽ 0 ആണ്. 0 × 10 എന്ന് വെച്ചാൽ എന്താണ്, 0 × 10 0 തന്നെയാണ്. ആ 0യോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 0യോടൊപ്പം ഡിജിറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ റിവേഴ്സ് നമ്പർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് റിവേഴ്സ് നമ്പർ ഈസ് ഈക്വൽ 1 ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്താണ്, ഫ്ലോർ ഡിവൈഡ് ചെയ്ത്, ഇൻറ്റിജർ ഡിവൈഡ് ചെയ്ത് ഈ നമ്പറിൽ നിന്നും ഈ 1നെ ഒഴിവാക്കണം, അല്ലേ. 1നെ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി 1നെ ഒഴിവാക്കി 12 ആക്കി മാറ്റണം. അതിന് വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്.
അതായത് നമ്മുടെ കോഷ്യൻ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഈ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിനകത്തും ലാസ്റ്റ് ഡിജിറ്റ് കളഞ്ഞു, എന്നിട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ നമ്മിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു, നമ്പറിലേക്ക് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. 121 എന്നുള്ളത് മാറിയിട്ട് ഇനി 12 എന്നായിട്ട് മാറും അല്ലേ. ഇനി വീണ്ടും പോയി നോക്കുകയാണ്, നമ്പർ ഇപ്പോഴും 0യേക്കാൾ മുകളിലായി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഇതേ ഓപ്പറേഷൻ നടക്കും. അപ്പോൾ 12-നകത്താണ് ഇനി അടുത്ത ഓപ്പറേഷൻ നടക്കുന്നത് അല്ലേ. 12-നകത്ത് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, 12-നകത്ത് ഒരു തവണ 10 2, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടിയപ്പോൾ നമുക്ക് ആ കിട്ടിയ ആ റിമൈൻഡർ അല്ലെങ്കിൽ ആ ഡിജിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി റിവേഴ്സ് നമ്പറിലേക്ക് ആഡ് ചെയ്യണം. റിവേഴ്സ് നമ്പറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് നമ്പർ ഈക്വൽ ടു ഡിജിറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ 1 പോകും. 1 പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 1 ഇൻറ്റു എന്ത് ചെയ്യും, 10 ചെയ്യും. 1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ വരും അല്ലേ. എന്നിട്ട് അതിനോടൊപ്പം പ്ലസ് ഡിജിറ്റ് എന്ന് വെച്ചാൽ 2 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എന്ത് സംഭവിച്ചു, ആ 1 പോയില്ല, അതിനോടൊപ്പം ഒരു 2 കൂടി ആഡായി വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ 12-ൽ നിന്നും അവസാനത്തെ 2-നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്പറേഷൻ വീണ്ടും ചെയ്യണം. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി കോഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത്, 1 ആയിരിക്കും കോഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇനി നമ്മിനകത്ത് അവശേഷിക്കുന്നത്. നമ്മിനകത്ത് അവശേഷിക്കുന്ന ഏതാണ്, 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഈ 1-നെ എഗെയിൻ നമ്മൾ മൊഡ്യൂളോ ഡിവൈഡ് ചെയ്യുകയാണ്. 1-നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 0യും അതേപോലെ തന്നെ എന്താണ് 0യും അതേപോലെ 1ഉം ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിമൈൻഡർ 1 കിട്ടിയല്ലോ, ആ 1-നെ നമ്മൾ ഇതേ നേരത്തെ ഓപ്പറേഷൻ പോലെ തന്നെ 12 ഇൻറ്റു 10 അല്ലേ. 12 ഇൻറ്റു 10 എന്ന് വെച്ചാൽ എത്ര കിട്ടും, 120. 120 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 121 എന്ന് കിട്ടി. അപ്പോൾ റിവേഴ്സ് നമ്പറിനകത്ത് 121 ഈ 1-നെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 121 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്തു, ഈ കോഷ്യൻ്റിനെ അല്ലെ ഈ ഫ്ലോർ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, 0 ആയിരിക്കും. നമ്മിലേക്ക് ഇനി 0 ആയി. ഇനി ഈ ഓപ്പറേഷൻ ചെയ്യത്തില്ല അല്ലേ. നമ്മിൻ്റെ വാല്യൂ 0-നേക്കാൾ മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇനി നടക്കത്തില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മിൻ്റെ വാല്യൂ എന്തായി, 0 ആയിട്ട് മാറി. നമ്മിൻ്റെ വാല്യൂ 0 ആയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്തു, ഓപ്പറേഷൻ സ്റ്റോപ്പായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒറിജിനൽ നമ്പറിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റർ ചെയ്ത് കൊടുത്ത കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പരും നമുക്ക് കിട്ടിയ റിവേഴ്സിനകത്ത്, ഇപ്പോൾ റിവേഴ്സ് എന്ന് വെച്ചാൽ 121 അല്ലേ, 121 എന്ന് പറഞ്ഞാൽ റിവേഴ്സിൽ കിടക്കുന്ന നമ്പരും ഒറിജിനൽ നമ്പരും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനൽ നമ്പർ ഈസ് എ പാലിൻഡ്രോം അല്ലേ. ഒറിജിനൽ നമ്പർ എന്താണ്, ഒറിജിനൽ നമ്പറിൻ്റെ ഇവിടെ എന്താണ്ട് എഫ് ഉണ്ട്, ഫോർമാറ്റ് സ്ട്രിങ് അല്ലേ. എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, നമുക്ക് ഒരു സെൻറ്റൻസിനെ വളരെ എളുപ്പത്തിൽ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റിനകത്ത് ഒറിജിനൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിൻ്റെ വേരിയബിൾ കിടക്കുന്ന വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളിവിടെ എൻ്റർ ചെയ്യും 121 ഈസ് എ പാലിൻഡ്രോം എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. നമുക്കിത് റൺ ചെയ്ത് കാണിച്ചു തരാം. 121 ഈസ് എ പാലിൻഡ്രോം. ഇനി മറ്റൊരു സംഖ്യ ആയിരുന്നെങ്കിൽ എന്താണ്, ആ നമ്പർ എന്താ 245 അല്ലേ, 245 ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് ഈ സെൻറ്റൻസ് വർക്ക് ചെയ്തേനെ. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. എന്നാൽ ഇത് സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയും പാടുപെട്ടാണ് ഒരു പാലിൻഡ്രോം ചെക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ പൈത്തണിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പാടായിട്ടുള്ള കോഡ് താണ്ട് ഇത്രയും കോഡായിരിക്കും അല്ലേ, ബാക്കിയുള്ളതൊന്നും പാടില്ല. ഈ കോഡിനെ ഒറ്റ സെൻറ്റൻസിനകത്ത് നമുക്ക്, അല്ലെങ്കിൽ ഈ കോഡിൻ്റെ പ്രവർത്തനം നമുക്ക് ഒറ്റ സെൻറ്റൻസിനകത്ത് സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് മാറ്റി എഴുതാം. സ്ലൈസ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇതേ പ്രോഗ്രാം പൈത്തണിനകത്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ പ്രോഗ്രാം. ഓക്കെ, ആദ്യത്തേന് യാതൊരു മാറ്റമില്ല, നമ്പർ സ്വീകരിക്കുന്നു. നമ്പർ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ നമ്പറിനെ കണ്ടോ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ലൈസ് ഓപ്പറേറ്റർ വെച്ച് ചെയ്യുമ്പം സ്ലൈസ് ഓപ്പറേറ്റർ എവിടെയാണ് ചെയ്യുന്നത്, സ്ട്രിങ്ങിനകത്താണ് ചെയ്യുന്നത് അല്ലേ. സ്ട്രിങ്ങിനകത്താണ് സ്ലൈസ് ഓപ്പറേഷൻ ചെയ്യുന്നത് അല്ലെ, നമ്പേഴ്സിനകത്തല്ല. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ എന്ത് എൻ്റർ ചെയ്താലും അത് സ്ട്രിങ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാതെ നമ്മൾ നമ്മിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പം നമ്മിൽ വന്ന വാല്യൂ 121 ആണെങ്കിൽ ആ 121 ഒരു വാക്കായിട്ട്, ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും പ്രോഗ്രാം കാണുന്നത്, നമ്പറായിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തില്ല. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്. ആ കോപ്പി അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ആ എടുത്തു വെച്ച കോപ്പിയും അതായത് 121 എന്ന് പറയുന്നതിൻ്റെ കോപ്പിയും ഇത് കണ്ടോ, ഈ ഒരു ഓപ്പറേഷനാണ്, ഈ ഒറ്റ ഓപ്പറേഷനകത്താണ് നമ്മുടെ ലൂപ്പ് എടുത്ത് മാറ്റാൻ പറ്റിയത്. എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്, നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ 121 എന്ന് പറയുന്ന നമ്പർ അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 121 എന്ന് പറയുന്ന നമ്പറാണ്, എക്സാമ്പിളാണ് 121. സ്ലൈസ് ഓപ്പറേഷൻ സ്ലൈസ് ഓപ്പറേഷനകത്ത് നമുക്ക് അറിയാം, സ്ലൈസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 3 ഭാഗങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട്, രണ്ടാമത്തെ സ്റ്റോപ്പ്,
ഇവിടെ സ്റ്റെപ്പ് അല്ലേ, ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും ശൂന്യമാണ്, സ്റ്റെപ്പ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ സ്ഥലത്ത് മാത്രമല്ല അല്ലേ, സ്റ്റാർട്ടും സ്റ്റോപ്പിൻ്റെ സ്ഥലത്തൊന്നുമില്ല. സ്റ്റാർട്ടും സ്റ്റോപ്പും ശൂന്യമാണ്. എവിടെ തുടങ്ങും, അതായത് ഒരു വാക്കിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ 0 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്നും 0യിൽ നിന്നും 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 അല്ലേ, ആദ്യത്തത് 0 1 ഈ 2 എലമെൻറ്റിനെ ആയിരിക്കും 2ന് മുമ്പ് വരെയുള്ള എലമെൻറ്റിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുക്കാതെ നമ്മൾ -1 എന്ന് മാത്രം ലാസ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയോ, ഈ സ്ട്രിങ്ങിനെ 121 പറയുന്ന സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തായിരിക്കും ഇതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. അതായത് 1 to 1 ഇതിനെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ 1 to 1 തന്നെയാണ് അല്ലേ. അപ്പോൾ 1 to 1 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ നം എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഞാൻ ഈ രീതിയിൽ സ്ലൈസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അതിൻ്റെ എന്താണ്, റിവേഴ്സ്ഡ് ഫോം ആയിരിക്കും. അപ്പോൾ 121 എന്നുള്ളതിൻ്റെ റിവേഴ്സ്ഡ് ഫോം 121 തന്നെയാണ്. ഇപ്പോൾ വേറൊരു നമ്പർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 245 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ഇവിടെ എന്താണ് 542 എന്ന് പറയുന്ന നമ്പർ കിട്ടിയാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 121 വെച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 121 തന്നെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് 121ൻ്റെ റിവേഴ്സാണ്, അതായത് 121 തന്നെയാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിൻ്റെ കോപ്പി ഇവിടെ ഉണ്ടല്ലോ, ആ കോപ്പിയും ഈ 121 റിവേഴ്സ് എടുത്ത ആ വാക്കും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്, ഇതൊരു പാലിൻഡ്രോം ആണ്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ ഒരു പാലിൻഡ്രോം ആണ്. അല്ലെങ്കിൽ എന്ത് പറയും, പാലിൻഡ്രോം അല്ല എന്ന് പറയും. നമുക്ക് 121 അല്ലാതെ നമുക്ക് വേറൊരു നമ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേറൊരു നമ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 245 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ. അപ്പോൾ നമ്പറിനകത്ത് എന്തുണ്ട്, 245 ഉണ്ട്. ആ ഒറിജിനൽ നമ്പറിനകത്തോ, ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുകയാണ് അല്ലേ. ഒറിജിനൽ നമ്പറിനകത്തും 245 അവിടെ ഇരിപ്പുണ്ട്, അവിടെ വെച്ചേ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഒറിജിനൽ നം ഈസ് ഈക്വൽ ടു, അതായത് 245 ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ റിവേഴ്സ് എടുക്കുകയാണ് അല്ലേ. ഏതിൻ്റെ റിവേഴ്സ്, നമ്മിൻ്റെ റിവേഴ്സ്. നമ്മിൻ്റെ റിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, 5 4 2 5 4 2. അപ്പോൾ ഈ കമ്പാരിസൺ രണ്ടും സെയിം ആണോ, അല്ലല്ലോ. ഈ ഒറിജിനൽ നമ്പറും ഈ കിട്ടിയ റിവേഴ്സും സെയിം അല്ലല്ലോ. സെയിം അല്ലെങ്കിൽ ഇവിടെ എൽസിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. എന്താണ്, ഒറിജിനൽ നം എന്ന് വെച്ചാൽ 245 ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലോജിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ സ്ട്രിങ്, ഇത് ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സ്ട്രിങ്ങിനെ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല, സ്ട്രിങ്ങിൻ്റെ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് സ്ട്രിങ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി സ്ട്രിങ്ങിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇത് തന്നെയാണ് സ്ട്രിങ്ങിൻ്റെ കേട്ടോ. സ്ട്രിങ്ങിൻ്റെ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ സ്ട്രിങ്ങിനെ, അപ്പോൾ നമ്മളൊരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ്ങിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽക്കം എന്നാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത സ്ട്രിങ്. വെൽക്കം എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്ത സ്ട്രിങ് എന്ന് വിചാരിക്കാം. ആ സ്ട്രിങ്ങിനെ നമ്മളിപ്പോൾ ഇതെന്താണ്, ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്പേസ് വന്നു കഴിഞ്ഞാൽ ആ സ്പേസ് കളയാൻ, ഇപ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു സ്പേസ് വല്ലതും എൻ്റർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക, ആ സ്പേസ് കളയാനും ആ സ്പേസ് റീപ്ലേസ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് ചിലപ്പം ക്യാപിറ്റലും സ്മോളിലും ഒക്കെ ആണെങ്കിൽ എല്ലാത്തിനെയും ലോവർ കേസിലേക്ക് മാറ്റുക, എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ക്ലീൻ ചെയ്തെടുക്കുക എന്ന് നമ്മൾ പറയാം. കാര്യം എന്താണ്, പൈത്തണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ എം ഞാൻ ക്യാപിറ്റലാണ് എഴുതി കൊടുത്തതെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റിവേഴ്സ് നമ്മൾ എഴുതുമ്പം എന്താണ്, MALAYM മലയാളം. പറഞ്ഞ് മനസ്സിലാകുന്നത്, ഇത് രണ്ടും രണ്ട് സ്ട്രിങ് ആയിട്ടായിരിക്കും കാണുന്നത്. കാര്യം ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ, പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഇത് പാലിൻഡ്രോം അല്ല എന്ന് പറയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ലെറ്ററുകൾ ക്യാപിറ്റൽ ആയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും സ്മോൾ ആക്കി മാറ്റുക എന്നുകൂടി ഒരു ഉദ്ദേശമാണ് ഈ ലൈനുള്ളത്. അപ്പം സ്പേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്പേസ് കളയുക, അതേപോലെ തന്നെ എല്ലാ ലെറ്ററുകളെയും ലോവർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പർ ആക്കാം, ലോവർ ആക്കാം, അത് നിങ്ങളുടെ ലോജിക്ക്. അതിന് വേണ്ടിയാണ് ഈ സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെൽക്കം എന്ന് ഒരു ലെറ്റർ ക്യാപിറ്റലാണ് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിലും അത് ക്ലീൻ ചെയ്ത് എല്ലാം സ്മോൾ ആക്കി മാറ്റും, അത്രയേ ഉള്ളൂ. എന്നിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് എടുക്കാൻ പോകുന്നത്. ഇനി റിവേഴ്സ് ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ക്ലീൻഡ് ടെക്സ്റ്റ്, അതായത് സ്മോൾ ലെറ്റർ ആക്കി സ്പേസ് ഒക്കെ കളഞ്ഞ് ടെക്സ്റ്റിൽ നിന്നും, ഇപ്പോൾ വെൽക്കത്തിൽ നിന്നും ഒരു ലെറ്ററിനെ മുറിച്ചെടുക്കും, ആദ്യത്തെ ലെറ്റർ അല്ലേ, W അല്ലേ, അതാണ്ട് ഫ്രം, ഫോർ, ക്യാർ, ഇൻ, ക്ലീൻഡ് ടെക്സ്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ക്ലീൻഡ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം എന്ന് പറയുന്ന വാക്കാണെങ്കിൽ W എന്ന് പറയുന്നതാണ് ഈ ക്യാർ എന്ന് പറയുന്ന വേരിയബിളിൽ വന്ന് സ്റ്റോർ ആവുന്നത്. എന്നിട്ട് W പ്ലസ്
റിവേഴ്സ് ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, നള്ളാണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ടെക്സ്റ്റിനകത്ത് W മാത്രം ഇപ്പോൾ സ്റ്റോർ ആവും. ഇനി അടുത്ത എന്താണ്? വെൽക്കത്തിനകത്ത് W എടുത്തു കഴിഞ്ഞു. ഇനി ആയിരിക്കും അടുത്ത ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ വരും. വന്നിട്ട് എന്ത് സംഭവിക്കും? ഈ റിവേഴ്സ് ടെക്സ്റ്റിൻ്റെ, ഇപ്പോൾ ഇതാണല്ലോ റിവേഴ്സ് ടെക്സ്റ്റ്, അതിൻ്റെ മുന്നിലായിട്ട് ആഡ് ആവും. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്? എടുക്കും. എടുത്തിട്ട് ഇതിൻ്റെ മുന്നിലായിട്ട് ആഡ് ചെയ്യും. കാരണം മുന്നിലാണ്, റിവേഴ്സ് ടെക്സ്റ്റിൻ്റെ മുന്നിലാണ് ആഡ് ചെയ്യുന്നത്. അടുത്ത എന്തും C എടുത്തിൻ്റെ മുന്നിൽ ആഡ് ചെയ്യും. അടുത്ത എന്ത് സംഭവിക്കും? O എടുത്തിൻ്റെ മുന്നിൽ ആഡ് ചെയ്യും, M എടുത്ത് മുന്നിൽ ആഡ് ചെയ്യും, എടുത്ത് മുന്നിൽ ആഡ് ചെയ്യും. അപ്പം എന്ത് സംഭവിച്ചു? ഇങ്ങനെയായിരിക്കും റിവേഴ്സ് ടെക്സ്റ്റ് കിട്ടുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ റിവേഴ്സ് ടെക്സ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ലെറ്ററുകളും എടുത്ത് റിവേഴ്സ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈഫിനകത്തേക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്ലീൻഡ് ടെസ്റ്റും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്ലീൻഡ് ടെസ്റ്റും റിവേഴ്സ് കണ്ടുപിടിച്ച ടെക്സ്റ്റും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുന്നു. താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ ടെക്സ്റ്റ് ഈസ് എ പാലൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. അടുത്ത എന്താണ്? ഇവിടെ ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് 2 സിംഗിൾ ഇൻവെർട്ടർ കോമ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ വാക്കിനെ സിംഗിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കാണിക്കും. ഇപ്പോൾ വെൽക്കം എന്ന് പറയുന്ന വാക്കിനെ സിംഗിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വെൽക്കം വെൽക്കം ഒരു പാലൻഡ്രോം അല്ലാത്തതുകൊണ്ട് ഈ ലൈൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ വെൽക്കം ആണ് ഉദാഹരണമായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ലൈൻ ആയിരിക്കും തന്നെ ഈസ് നോട്ട് എ പാലൻഡ്രോം എന്നുള്ളതായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നേരത്തെ ചെയ്ത അതേ പണി തന്നെ, നേരത്തെ നമ്മുടെ എങ്ങനെയാണോ നമ്പറിനെ ചെയ്ത് അതേപോലെ തന്നെ നമുക്കിവിടെ ചെയ്യാം. അതിനകത്ത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്, ക്ലീൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്യുക എന്നത് കൂടി ചെയ്യുക, അതായത് സ്പേസ് ഉണ്ടെങ്കിൽ കളയുക, എല്ലാത്തിനെയും സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ അങ്ങനെ മാറ്റിയതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? എന്താണ്ട് ക്ലീൻഡ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ക്ലീൻഡ് ടെസ്റ്റിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ക്ലീൻഡ് ടെസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഞാൻ എൻട്രി കൊടുത്ത മലയാളം ആണെങ്കിൽ മലയാളം ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും? അതിൻ്റെ നേരെ തിരിച്ചുള്ള വാക്കായിരിക്കും അല്ലേ? അതും മലയാളം തന്നെ ആയതുകൊണ്ട്, വാക്ക് മലയാളം ആയതുകൊണ്ട് തിരിച്ചും അതേ വാക്ക് തന്നെ വരും, മലയാളം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ടെക്സ്റ്റ് ഈസ് എ പാലൻഡ്രോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാലൻഡ്രോം കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ പാലൻഡ്രോം ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ നമ്പർ പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ലൂപ്പ് ഉപയോഗിച്ചുള്ളത്, ഞാൻ അവിടുത്തെ അതേ കോഡ് തന്നെയാണ്, ലൂപ്പ് ഉപയോഗിച്ചുള്ളതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ എ നമ്പർ എന്ന് പറയുന്നു. നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്പർ എന്താണ്? 1231 ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് കാണിക്കുന്നു അല്ലേ? നമുക്കൊന്നും കൂടെ റൺ ചെയ്താൽ നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം, 121 കൊടുക്കാം. അപ്പോൾ എന്താണ്? 121 ഈസ് എ പാലൻഡ്രോം. ഓക്കെ ആണല്ലോ. ഇത് തന്നെ സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലോ? വളരെ സിമ്പിളാണ്. സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇതേ പ്രോഗ്രാം തന്നെ സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് മെസ്സേജ് കാണിക്കുന്നു. ഒന്നും കൂടെ റൺ ചെയ്യുന്നു, ഒരു പാലൻഡ്രോം കൊടുക്കുന്നു. ഓക്കെ, ഈസ് എ പാലൻഡ്രോം എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി മറ്റേ സ്ട്രിങ്ങിൻ്റെ അല്ലേ, അടുത്ത് നമ്മൾ നോക്കിയ സ്ട്രിങ്ങിൻ്റെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റർ എ സ്ട്രിങ് നമ്മൾ മലയാളം എന്ന് എൻ്റർ ചെയ്യുന്നു. മലയാളം ഈസ് എ പാലൻഡ്രോം അല്ലേ? നമ്മളിനി സ്ട്രിങ് വേറൊരു മലയാളത്തിനകത്ത് തന്നെ ക്യാപിറ്റലും സ്മോളും ഒക്കെ എൻ്റർ ചെയ്യുകയാണ്. YALAM മലയാളം അല്ലേ? ക്യാപിറ്റലും സ്മോളും ഒക്കെ എൻ്റർ ചെയ്തു. എന്നാലും പറയാണ് മലയാളം ഈസ് എ പാലൻഡ്രോം അല്ലേ? മലയാളം ഈസ് എ പാലൻഡ്രോം. എന്താണ് അത് കിട്ടാൻ കാര്യം? എന്തുകൊണ്ടാണ് ഈ സ്ട്രിങ് അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ ആക്കി കാണിക്കാഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത സ്ട്രിങ് ആണ് ഇവിടെ ടെക്സ്റ്റ് ചെയ്താണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത എന്താണോ അതേപോലെയുള്ള അത് തന്നെയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ക്ലീൻഡ് ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാം സ്മോൾ ലെറ്ററിലുള്ള വാക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാണ്ട് ഇവിടെ ഒരു സിംഗിൾ ഇൻവെർട്ടർ കോമ കൊടുത്തിരിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഈ ടെക്സ്റ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും സിംഗിൾ ഇൻവെർട്ടർ കോമ കാണിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇതേ പ്രിൻ്റ് എഫ് വേണമെങ്കിൽ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ ഈ എഫ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റഡ് സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എഫ് യൂസ് ചെയ്തിരിക്കുന്നത്. എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് തന്നെ നമുക്ക് എന്താണ്ട് സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചും ചെയ്യാം. സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഞാൻ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ സ്ലൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാം. മലയാളം ഈസ് എ പാലൻഡ്രോം. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു വാക്ക്, ചുമ്മാ എന്തെങ്കിലും ഒരു വാക്ക് കൊടുക്കുന്നു, ഈസ് നോട്ട് എ പാലൻഡ്രോം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പാലൻഡ്രോം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാലൻഡ്രോം എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലായി കാണും. അത് നമ്പർ ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും.
ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ 2 പ്രോഗ്രാമാണ് നോക്കിയത്. രണ്ടിന്റെയും ലോജിക്ക് സെയിം തന്നെയാണ്. പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്പർ ആണെങ്കിലും സ്ട്രിംഗ് ആണെങ്കിലും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.